ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വചനഭാഗമാണ് തിരുസഭ ഇന്ന് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്നത്. ഫരിസേയരുടെയും നിയമജ്ഞരുടെയും കാപട്യത്തെ ശിഷ്യന്മാരുടെയും ജനക്കൂട്ടത്തിൻ്റെയും മുൻപാകെ തുറന്നു കാട്ടുന്ന വചനഭാഗമാണ് നാം ധ്യാനിക്കുന്നത്. ഈശോ പറയുന്നു, ദൈവം മോശ വഴി അരുളി ചെയ്ത കാര്യങ്ങളാണ് ഫരിസേയരും നിയമജ്ഞരും നിങ്ങളോട് പറയുന്നത്. അതിനാൽ നിങ്ങൾ അവരെ അനുസരിക്കുവിൻ. ദൈവിക കാര്യങ്ങൾ വിശ്വസിച്ചുകൊണ്ട് അനുസരിക്കുമ്പോഴാണ് ദൈവാനുഗ്രഹം പ്രാപിക്കുക. എലിസബത്ത് മറിയത്തെ സ്തുതിച്ചുകൊണ്ട് പറയുന്നുണ്ട്, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. സ്നേഹം നിറഞ്ഞവരെ, ദൈവിക പദ്ധതികളെ കണ്ണും പൂട്ടി വിശ്വസിച്ചുകൊണ്ട് സ്വജീവിതത്തിൽ പരിശുദ്ധമ്മയെപ്പോലെ ദൈവിക കാര്യങ്ങൾ നിറവേറട്ടെ എന്ന് നാം ഏറ്റുപറയുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ ദൈവം ഇപ്രകാരം പറയുന്നു, നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്കു കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെക്കാൾ ഉന്നതനാക്കും. അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും. അങ്ങനെ നിന്റെ സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും. നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ ശ്രവിച്ച് അവ ശ്രദ്ധാപൂർവം പാലിക്കുമെങ്കിൽ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും, നിനക്ക് ഒരിക്കലും അധോഗതി ഉണ്ടാവുകയില്ല. സ്നേഹം നിറഞ്ഞവരെ, നിങ്ങൾ അർപ്പിക്കുന്ന ഒരു ബലി അനുഗ്രഹപൂർണമായി തീരണമെങ്കിൽ, ബലി ഒരു അനുഭവമായി തീരണമെങ്കിൽ ദൈവിക പ്രേരണകളോട് അനുസരണം പാലിക്കുന്നവരായി മാറാൻ നമുക്ക് സാധിക്കണം. യേശുനാഥൻ തൻ്റെ പീഡാസഹനത്തിൻ്റെ ആരംഭത്തിൽ മനുഷ്യപ്രകൃതിയിൽ നിന്നുകൊണ്ട് പിതാവായ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, അങ്ങേക്കിഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ. തൊട്ടടുത്ത നിമിഷം ദൈവിക പ്രകൃതിയിൽ പങ്കുചേർന്ന് പറയുന്നു, എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന്. ഈ തപസ്വ കാലഘട്ടത്തിൽ നമ്മെ തന്നെ ദൈവിക പദ്ധതിക്ക് വിട്ടുകൊടുക്കാം. ഉടലിനെ മറന്ന് ഓങ്കാരത്തെ ധ്യാനിക്കുന്ന സവിശേഷമായ കാലഘട്ടത്തിലാണല്ലോ നാം ഓരോരുത്തരുമായിരിക്കുന്നത്. ഇന്ദ്രിയ സുഖങ്ങളിൽ മുഴുകാതെ പരിത്യാഗത്തിലൂടെ, ഉപവാസത്തിലൂടെ, പുണ്യപ്രവൃത്തിയിലൂടെ ദൈവാനുഭവത്തിൽ വളരാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ വാക്കും പ്രവൃത്തിയും ഒന്നായിത്തീരുമ്പോഴാണ് നാം ദൈവസന്നിധിയിൽ സ്വീകാര്യരായിത്തീരുക. ഫരിസേയരും നിയമജ്ഞരും ദൈവസന്നിധിയിൽ തിരസ്കരിക്കപ്പെടാനുള്ള ഒരു കാരണം നിയമത്തിലൂടെ ദൈവം അരുൾ ചെയ്ത കാര്യങ്ങളെ അവർ ഗൗനിച്ചില്ല എന്നത് തന്നെയാണ്. അവർ ദൈവത്തിലേക്കുള്ള ചൂണ്ടുപലകൾ ആകാതെ തങ്ങളിലേക്ക് മറ്റുള്ളവരുടെ ശ്രദ്ധ തിരിക്കാനാണ് എപ്പോഴും ശ്രദ്ധിച്ചിരുന്നത്. തന്നെ ഉയർത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ താഴ്ത്തപ്പെടുമെന്ന പൊതുസത്യം ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവസന്നിധിയിൽ എളിമയോടെ നമുക്ക് വ്യാപരിക്കാം. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുക. അവിടുന്ന് നിന്നെ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും. ദൈവിക പ്രേരണകളോട് അനുസരണം പാലിക്കാനും ദൈവസന്നിധിയിൽ താഴ്മയോടെ നിന്ന് കൃപകൾ സ്വീകരിക്കാനും ഓരോ ബലിയും നമ്മെ ശക്തിപ്പെടുത്തട്ടെ.